കുറ്റവാളികളെ തൂക്കിക്കൊല്ലണ സാധനം എന്തേണ്ട അയ്യോ തന്നെ ഇപ്പൊ സായിപ്പ് ഇരിക്കുന്ന അതിനകത്താണ്. സായിപ്പ് വടിയായി സമാധിയായി, സമാധി 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 അതിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മൾ രാത്രി കാലങ്ങളിൽ മാത്രം, അതായത് 12 മണി കഴിയുമ്പോൾ സായിപ്പിന്റെ കാൽപ്പാറ ഈ തടിപ്പ് നടക്കണേ. എങ്ങനെയാണ് ഇവിടെ കെട്ടിടങ്ങൾ കെട്ടിയത് നിങ്ങൾക്ക് അറിയാമോ? ഇവിടെ നിന്ന് കല്ല് പിറക്കി അവിടെ കൊണ്ട് വെച്ച് സിമന്റ് വെച്ച് തേച്ചാണ് ഉണ്ടാക്കിയത്. നമ്മൾ എങ്ങോട്ട് പോണത്? ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇത് ഡൈനിങ് ആണ് കേട്ടാ. ഇത് നോക്കിയാണിതാ സീൻ കാണാം കേട്ടാ. പഴയ ഫോണ്, ഫാൻ, ഇത് കണ്ടോ ലൈറ്റ്. സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂഫല്ല, ഈ ഫ്ലോർ കംപ്ലീറ്റ് പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലോറിന്റെ അടിയിൽ നിന്ന് സ്റ്റീം, പതുക്കെ ഞാൻ പറയട്ടെ, ഈ ഫ്ലോറിന്റെ അടിയിൽ നിന്ന് സ്റ്റീം ഇങ്ങനെ മുകളിലോട്ട് വരും, ചൂട് സ്റ്റീം. അത് കൊണ്ടുവരാൻ ഒരു പൈപ്പൊക്കെ അടി കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഈ തറയിൽ കൂടെ ഫുൾ ടൈം ടെമ്പറേച്ചർ മെയിൻറ്റൈൻഡ് ആയിരിക്കും. പൊന്മുടി മൊത്തം തണുപ്പാണെങ്കിലും ഇന്ന് മൊത്തം നല്ല ചൂടായിരിക്കും. അതാണെന്നല്ല ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബ്രിട്ടീഷ് നല്ലതുപോലല്ല ഇത്. ഞാൻ എന്റെ സായിപ്പ് ഞാനും പണ്ട് ഒന്നിച്ച് ഉണ്ടാക്കിയെടുത്ത ഡിസൈനാണ്. സാഹിബിനെ ഞാനാണ് സ്ഥലം പറഞ്ഞു കൊടുത്തത് എവിടെയാണ് ആ സ്റ്റീമർ വെക്കേണ്ടത്. അന്ന് അങ്ങനെ ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അയാൾ അപ്പുറത്ത് വെക്കുന്നു, ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതാ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവിടെ ഈ തെക്കേ ഇവിടെ ഈ കണ്ടോ, ഈ തെക്ക് ഭാഗത്തായിട്ടാണ് ഞാൻ ആ സ്റ്റീമർ സെറ്റ് ചെയ്തത്. പ്രത്യേകം ഇതാണ് ഈ സ്റ്റീമർ. അപ്പൊ ഇതില് വെള്ളം ഒഴിച്ചിട്ട് ടാപ്പ് വെച്ച് കണക്ട് ചെയ്തതിന്റെ ഹീറ്റാവും. ഇത് ഈ പൈപ്പിൽ കൂടെ കയറി അപ്പുറത്തൂടെ പോയി ഇറങ്ങി അതുവഴി ഇറങ്ങി നമ്മൾ ആ ആദ്യം കണ്ടില്ലേ ആ ഫ്ലോറിന്റെ അടിയിൽ ഇങ്ങനെ ഫുൾ സ്റ്റീം ഇങ്ങനെ പോയിക്കോളും. എന്താ വെച്ചാൽ വെളിയിൽ നല്ല തണുപ്പ്. ഓക്കെ, അകത്ത് ഇങ്ങനെ താഴെ സ്റ്റീം ഇങ്ങനെ പൊങ്ങി വരും. നല്ല ആംബിയൻസ് ആയിരിക്കും. അതൊക്കെ ഒരു കാലം. സായിപ്പ് ഓരോ ബോട്ടിൽ യൂക്കിന്ന് കൊണ്ടുവരും. പിന്നെ വെടിമാൻ സായിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 5 വെടി വെക്കുമ്പോഴാണ് ഒരു മാൻ വീഴുന്നത്. ഞാനാണെങ്കിൽ ഒറ്റ വെടി. മാന് ഞാൻ കാട്ടി കയറുമ്പോ മാനിനറിയാം. എന്താണ് അത് സിഗരറ്റ് വലിച്ച് സായിപ്പൊക്കെ എറിയുമ്പോ തീ എത്തൂടെ. അപ്പൊ അത് അണയ്ക്കാൻ വേണ്ടി അന്ന് കാലം ഉണ്ടാക്കിയെടുത്ത ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. അല്ല, ഫ്ലാസ്ക്. ഇത് പഴയ ഫയർ എക്സ്റ്റിംഗ്വിഷറാണ്. അതും ഇതും വർഷങ്ങൾ പഴക്കമുണ്ട്. സായിപ്പിന്റെ പ്രേതം ഇപ്പോൾ സായിപ്പ് ഇരിക്കുന്ന അതിനകത്താണ്. സായിപ്പ് വടിയായി സമാധിയായി, സമാധി 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 അതിനകത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. നമ്മള് രാത്രി കാലങ്ങളിൽ മാത്രം, അതായത് 12 മണി കഴിയുമ്പോൾ സായിപ്പിന്റെ കാൽപ്പാറ ഈ തടിപ്പ് നടക്കണേ. ഈ റൂമില് രാത്രി 12 മണി ആയി കഴിയുമ്പോ അപ്പുറത്തൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നത്. ആ സമയം ഒരു കാരണവശാലും ഡോറ് തുറന്ന് വെളിയിറങ്ങാൻ പാടില്ല. സായിപ്പ് വന്ന് കുറച്ചു നേരം ഉലാത്തിയിട്ട് പോകും. അപ്പൊ ഒരു 5 മിനിറ്റ് ഉലാത്തുമ്പോ വെളിയിൽ നിന്ന് ഒരു ഓരിയിടുന്ന ശബ്ദം കേൾക്കും കുറുക്കന്റെ. അപ്പൊ മനസ്സിലാവും സായിപ്പ് വീണ്ടും തിരിച്ചു പറഞ്ഞു. ഹലോ, ഇവിടെ പറഞ്ഞ കേൾക്കാമോ? ഒരു മിനിറ്റ് അങ്ങനെയല്ല. എന്നിട്ട് ഈ സാധനം ഹലോ, ഒരു ബക്കാടി ഗുവ അത് കിട്ടില്ലെങ്കിൽ ശിവാസായാലും മതി. ഓക്കെ ഡൺ ഓവർ. കുറ്റവാളികളെ തൂക്കിക്കൊല്ലണ സാധനം എന്തേണ്ട അയ്യോ തന്നെ ഇവിടത്തെ ചെറുക്കന്മാരെ അമ്പലടിക്കാൻ വേണ്ടി ആൾക്കാരെ മറ്റേ ധർമ്മേന്ദ്രയെ കെട്ടി നിർത്തി ചാട്ടമാറടിയാണ്. ചാട്ടമാർ അടി അടി
ഇവിടെ ഇവിടെ ക്യാമ്പ് ചാട്ടവാറുണ്ട്. ചാട്ടവാറുണ്ട് കെട്ടി അടി ഇതാണ് ബ്രിട്ടീഷുകാർ പണ്ട് കെട്ടിക്കിട്ടടിയുന്നുണ്ട്. ടിഷ്യൂ അയ്യോ എന്നെ ഇവിടെ അണ്ണാ അണ്ണാവേ എന്റെ അണ്ണൻ ഇവിടെ അണ്ണാ ബംഗ്ലാവ് നല്ല വലിപ്പമുള്ള റൂം. ഇത് വേറെ room. ഇത് ചെയറാണ് ചെയർ. അയ്യോ കുട്ടി ഗ്രാമ്പു ഗ്രാമ്പു ഇതാണ് ഗ്രാമ്പു. ഇതൊക്കെ നമ്മളെ പൊന്മുടിയിലാണ്. ഭൂതാ നിറയെ നിൽക്കണം മാംഗോസ്റ്റീൻ. ആ